നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷയം, നാറിയ വിഷയം തുടർച്ചയായി ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഒരുപാട് പേര് അഭിപ്രായമാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വേറെ ജോലി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ചർച്ച ചെയ്യാതിരിക്കാൻ ഞാൻ ഇന്ന് ബോധപൂർവ്വം ഒരു വീഡിയോ ചെയ്തുള്ളൂ. രാഹുൽ മാങ്കുളത്ത് ഞാനത് ഇന്നലെ എല്ലാ വീഡിയോയും ചെയ്തെങ്കിൽ ഞാൻ ബോധപൂർവ്വം ഈ നാറിയ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കണമെന്ന് ഓർത്താണ് ഞാൻ ഒറ്റ വീഡിയോയിൽ നിർത്തിയത്. പക്ഷേ ജനങ്ങൾക്ക് താല്പര്യം ഈ വിഷയത്തിലാണ്. എല്ലാവരും തിരക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോരോ ഡെവലപ്മെൻറ്റ്സ്, വരുന്ന കാര്യങ്ങൾ, രാഹുൽ ഒളിവിൽ പോയതാണ്, ഇപ്പോൾ എവിടെയുണ്ട്, തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിട്ടുണ്ടെന്നും വക്കീൽ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെയാണ്, വക്കാലത്ത് ഒപ്പിടാൻ വേണ്ടി വന്നിരുന്നു എന്നൊക്കെയാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഈ പല സാഹചര്യങ്ങളിൽ ഒരു കൃത്യമായ സിസ്റ്റം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യാപേക്ഷ കൊടുക്കണമെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ പറഞ്ഞു കൊടുക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. വക്കീലിന് അതെ അതെ. KM ഷാജഹാൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്, ഷർഷാദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഇവരൊക്കെ ഒരു കുഴപ്പത്തിൽ ചെയ്ത് ചാടിക്കഴിഞ്ഞാൽ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. നമ്മുടെ ഭാഗ്യം എന്താണെന്നറിയാമോ? നമുക്കൊരു സിസ്റ്റം ഉണ്ട്, കൃത്യമാണ്. എനിക്കൊരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കങ്ങ് പോയാൽ മതി. 1 2 3 4 കാര്യങ്ങളെല്ലാം നമുക്കത് അന്ന് പോലീസ് കയറി വിളയാട്ട നടത്തിയ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചാൽ ഉത്തരം റെഡിയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്പം ഈ ഒരു മുൻവിധി കാരണമാണ്. ഷാജഹാൻ ചേട്ടനെ നമ്മളന്ന് ഇടപെട്ടില്ലായിരുന്നു, പാടായിരുന്നു. അല്ല, എന്നിട്ട് പോലും ഇപ്പം ഷാജഹാന്റെയും ഷർഷാദിൻ്റെയും വിഷയത്തിൽ ഞാൻ ഇടപെട്ടപ്പം ഈ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ സംസാരിക്കണം. ഇവർക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, ഷാജഹാന്റെ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഷാജഹാന്റെ ഭാര്യയുടെ നമ്പർ എനിക്ക് അറിയത്തില്ല. തലേ ദിവസം അയാൾ ഭാര്യയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഷാജഹാന്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ എനിക്ക് ഷാജഹാൻ ഷർഷാദിന്റെ എനിക്ക് വേറൊരു നമ്പറും അറിയത്തില്ല. അതിനാലോചിച്ച് നോക്കിയേ. അതേസമയം അതുകൊണ്ട് ഈ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. പലരും ഓവർ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും ചെയ്യും, എനിക്കൊന്നും സംഭവിക്കില്ല അവർക്ക് മാത്രം. അപ്പം അതേസമയം നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൈയും കെട്ടി അങ്ങ് പോയാൽ മതി. ബാക്കി കാര്യങ്ങൾ ഈ സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ പശ്ചാത്തലത്തിലാണ് രണ്ട് കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന്, ഈ അൻവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഡൽഹിയിൽ ഞാൻ വക്കീൽ ഓഫീസിൽ പോയി, അവിടെ വെച്ച് ഇയാൾ എന്നെ പിടിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. ഇത് ഈ ഒരു ആത്മവിശ്വാസത്തിന് പുറത്ത് പറയുന്നത്, അതായത് നേരിട്ട് പോയി ബ്രീഫ് ചെയ്താൽ മാത്രമേ നടക്കൂ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ആവശ്യമേ ഇല്ല. നമ്മുടെ കാര്യത്തിൽ ബ്രീഫ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ എല്ലാം ഏത് സാഹചര്യത്തിൽ നമുക്ക് കറക്റ്റാണ്. ഒരുപക്ഷെ ഞാൻ ബ്രീഫ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ബ്രീഫ് ചെയ്യാനുള്ള സിസ്റ്റം നമുക്കുണ്ട്, ബാക്കിയുള്ള സിസ്റ്റം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അല്ല, എനിക്ക് പലതും അറിയാൻ പറ്റുന്നില്ല. അതൊന്ന്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് വക്കീലിനെ കാണേണ്ടി വന്നത്. കാരണം എക്സാക്ട്ലി എന്ത് സംഭവിച്ചു എന്ന് വക്കീലിനോട് രാഹുലിനെ പറയാൻ പറ്റൂ, വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, രാഹുൽ മുങ്ങി, ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. യഥാർത്ഥത്തിൽ ചാനലുകളും അടിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മുങ്ങി, എന്തെങ്കിലും അടിക്കാൻ കിട്ടണ്ടേ? രാഹുൽ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇവർ നേരത്തെ പറഞ്ഞ് കോയമ്പത്തൂർ രാഹുലിനെ കണ്ടു, റിപ്പോർട്ടർ ചാനൽ വാർത്തയാണ്. രാഹുലിനെ വലവിരിച്ചിരിക്കുന്നു, എയർപോർട്ടുകളിൽ രാഹുലിന് ലുക്കൗട്ട് നോട്ടീസ്. നിങ്ങളുടെ മറ്റേ ആഗോള തീവ്രവാദി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെയാണ് വാർത്ത കൊടുത്തത്. ഒരിക്കലും സാധ്യമല്ലല്ലോ. ഒരു MLA വ്യക്തിയിൽ ഒന്ന്, അയാൾക്കെതിരെ FIR ഇട്ട നിമിഷങ്ങൾക്കകം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു, ഇറക്കി കഴിഞ്ഞു. അതിന്റെ വ്യാജ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞു. എന്താ സ്ഥിതി? എന്നെ കുറിച്ച് ഇങ്ങനെയായിരുന്നു ലുക്കൗട്ട് നോട്ടീസിന്റെ മരിച്ചു എന്ന് പറഞ്ഞുള്ളതും അതാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പോലീസിന്റെ അറിയായിരിക്കും, എവിടെയാണെന്ന് പോലീസിന് അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അറിയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ ഇന്നലത്തേക്കാൾ കൂടുതൽ കുറച്ച് വ്യത്യാസമാണ് നിലപാട് വന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ചാൽ പറ്റും. അതായത് രാഹുലിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് എന്ന് സംബന്ധിച്ചേ പറ്റും. നമ്മൾ 100%. ഇപ്പം ഞാൻ ഞെട്ടിപ്പോയി ഈ രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. രാഹുൽ ഈശ്വർ നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്തു. രാഹുൽ ആവേശ കമ്മിറ്റിക്കാരനാണല്ലോ. രാഹുൽ ഈശ്വർ 2ാം ഉമ്മൻചാണ്ടി എന്നാണ് വിളിച്ചത്. അതേ കണ്ടിരുന്നു. ഭയങ്കര കമന്റായിരുന്നു എൻ്റെ താഴെ വന്നിട്ട്. അത് ശരിയല്ല, അത് വേറെ. രാജ്മോഹൻ ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല. സ്വന്തം കമ്മീഷൻ മുമ്പ് പോയി അത് ഇരിക്കാനുള്ള, അതുകൊണ്ടാണല്ലോ അയാൾ ഉമ്മൻചാണ്ടിക്കുണ്ടായ കുഴപ്പം. നമ്മൾ ഇന്നലത്തെ ചർച്ച പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചു, സത്യസന്ധനായ. പക്ഷേ അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഇന്നിപ്പോൾ കണ്ടോ, ഇന്നൊരു വാർത്ത, കൊട്ടാരക്കര സോളാർ കേസുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ലായിരിക്കും അല്ലേ?
ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വാർത്ത കൊട്ടാരക്കര പേജുകൾ അഡീഷണൽ കൂട്ടിച്ചേർത്ത് അത് ഞാൻ കണ്ടു. അതായത് കൊട്ടാരക്കര കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്. 21 പേജോ മറ്റോ 21 പേജുള്ളത് 25 പേജായിട്ടാണ് സോളാർ കമ്മീഷന് വന്നത്. അപ്പോൾ കൊട്ടാരക്കരയുടെ അഭിഭാഷകൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. ബാലകൃഷ്ണപിള്ളയുടെ മോനെ മന്ത്രി ഗണേഷ് കുമാറിനെ പ്രതിയാക്കിക്കൊണ്ട് ഇത് കൂട്ടിച്ചേർത്തതാണെന്ന്. ഇന്ന് ജയിൽ അധികാരികളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. അതായത് ജയിലിൻ്റെ സൂപ്രണ്ടിനെ വിളിച്ചു കോടതി സ്റ്റേറ്റ്മെന്റ് എടുത്തു. ജയിൽ സൂപ്രണ്ടിട്ട് പറഞ്ഞു 21 പേജേ ഉണ്ടായിരുന്നുള്ളൂ, ഈ 4 പേജ് കൂട്ടിച്ചേർത്തതാണ്. ഈ കൂട്ടിച്ചേർത്ത പേജിലാണ് ഈ അതായത് വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടിയെ താറടിച്ച് കാണിക്കാനും മോശക്കാരനാക്കാനും അങ്ങേര് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന ഈ പറയുന്ന സോക്കോൾഡ് ഇര പറയാത്ത വാക്ക് പോലും ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കത്ത് കൊടുത്ത ആളാണ് ഈ പിണറായിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ഇന്നത്തെ സംഭവമാണ്, പഴയ സംഭവമല്ല. ഗണേഷ് കുമാർ കത്തിൻ്റെ അകത്ത് എഴുതി കൊടുത്തു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ ഇത്രയധികം മോശക്കാരനാക്കി എല്ലാവരും ചിത്രീകരിച്ച് കത്തിൻ്റെ പശ്ചാത്തലം. ഈ കത്ത് മനഃപൂർവ്വമാണ് ഇന്ന് കോടതിയിൽ തെളിവ് സഹിതം കൊണ്ടുവന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ അത്തരം ഒരു മന്ത്രി അവിടെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ സദാചാരം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണം, മറ്റതാ മറിച്ചാൽ പറഞ്ഞ് ബഹളം. അതാണ് എനിക്ക് എതിർപ്പുള്ളത്. ഒന്ന്, ഇനി നമുക്ക് ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചെങ്കിൽ പോലും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നു എന്താ ഈ പെൺകുട്ടി നേരത്തെ വിവാഹിതയായിരുന്നു, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നു. അവരെ 4 ദിവസം മാത്രം ഒരുമിച്ച് താമസിച്ചത് എന്നാണ് അവരുടെ ഭാവം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അല്ല, അങ്ങനെ 1 മാസം താമസിച്ചിരുന്നു. രാജ്മോഹൻ, ഇതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. ഞാൻ ഒരു കാര്യം കൂടി രാജ്മോഹൻ വീണ്ടും പറയട്ടെ. ഞാൻ ഇന്നലെ സപ്പോർട്ട് ചെയ്ത അത്രയും ആവേശത്തിലല്ല ഇന്ന് ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്തത്, രാഹുലിനെ. കാരണം വെച്ചാൽ എനിക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. പൊതുരംഗത്തുള്ളവരെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈവൻ രാഷ്ട്രീയക്കാരനല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ എന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ, എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ, ഇപ്പം എന്നെ വെറുക്കുന്നവരുണ്ടാവാം, പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നോട് വലിയ ആദരവുണ്ട്. ഞാനും എൻ്റെ പ്രേക്ഷകരും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണത്. ഒരു പരസ്പര വിശ്വാസം. അപ്പം ഞാനിപ്പോൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മിനിമം സത്യസന്ധതയുണ്ട്. അതായത് ഇപ്പം ഞാൻ അതുകൊണ്ടാണല്ലോ, ഞാനൊരു മദ്യപാനിയല്ല, പക്ഷെ ഞാൻ വല്ലപ്പോഴും മദ്യപിക്കും. നാട്ടിൽ പോയ കള്ള് ഷാപ്പിൽ നിന്ന് ഇച്ചിരി കള്ള് കുടിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ചെത്തുകാരായ എൻ്റെ സുഹൃത്തുക്കൾ പാനങ്ങളെടുത്തൊന്ന് കുടിക്കും. ഇനി അതല്ല, ഈ ഇപ്പം ഓണത്തിനായിക്കോട്ടെ ക്രിസ്മസിനായിക്കോട്ടെ നമ്മുടെ സൗഹൃദ സദസ്സുകൾ നമ്മൾ ഒരുമിച്ച് സ്മോൾ, അത് വലിയ മദ്യമുണ്ട്. പക്ഷെ ഞാൻ നാളെ അത് മറച്ചു വയ്ക്കുകയും, എൻ്റെ ഒരു പോളിസി ഞാൻ പറയാം, ഞാൻ ഈ മദ്യപിക്കുന്ന കാര്യം മറച്ചു വയ്ക്കും. തെറ്റാണ്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മദ്യപിക്കാതിരിക്കണം, അത് ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ സൗഹൃദ സദസ്യം മദ്യപിക്കാറുണ്ട്. ഞാൻ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ആരും മദ്യപിക്കരുത്, മദ്യം കടുത്ത വിഷമാണ്, ഭയങ്കര പാവമാണ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മദ്യപിക്കുന്ന എനിക്കത് പറയാനുള്ള ധാർമ്മിക അവകാശമില്ല. എന്ന് മാത്രവുമല്ല, മനഃപൂർവ്വം ഞാൻ മദ്യപിക്കുന്നത് ജനങ്ങൾ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി കള്ളുഷാപ്പിലെ ചിത്രമൊക്കെ ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അത് എതിരാളികൾ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്നെ വിശ്വസിക്കുന്നവർ എന്നെ സത്യസന്ധമായി ഞാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് വിശ്വസിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് TV ചാനൽ അവതാരക സംഭവിച്ച ദുരന്തം ഇതായിരുന്നു. ഇവർ വലിയ സദാചാരവും തത്വങ്ങളും ഒക്കെ ചാനൽ ഒന്ന് പ്രസംഗിക്കും. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരത് കഥകൾ പുറത്ത് വന്നപ്പോഴേ ഒരുപാട് പേർക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും, അവിടെ ഇരുന്ന് പരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും. രാജ്മോഹൻ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യസന്ധത. അപ്പം ഞാൻ പറഞ്ഞ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഏത് കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവാം, കുടുംബജീവിതത്തിൽ താളപ്രകം അതൊക്കെ ഉണ്ടാവാം, അതൊക്കെ പോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന വാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജിജി മാരിയോടെയും മാരിയോ ജോസഫിൻ്റെ വിഷയം ഉണ്ടായ കാര്യം? ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയം ഉണ്ടാകുന്നത് പ്രശ്നമല്ല. പക്ഷെ ഭാര്യയും ഭർത്താവും എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കെട്ടിപ്പിടിക്കണം, താടിയുടെ കറുപ്പ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ചതുകൊണ്ടാണ്. അത് പറയുന്നിടത്താണ് കുഴപ്പം. ഈ ഒരു സത്യസന്ധത ഉള്ളതുകൊണ്ട് നമുക്ക് എന്നാ പ്രശ്നം വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ മാതൃകയായി പറ്റും. ഞാൻ ജനങ്ങളുടെ വോട്ട് മേടിക്കുന്ന ആളല്ല, ജനങ്ങളുടെ പണം മേടിക്കുന്ന ആളല്ല. എൻ്റെ കാര്യം എടുക്കുക, എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജനങ്ങൾ പണം തരേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആളുകളോട് പറയുന്ന ഈ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നവനോ ഉള്ള സത്യസന്ധതയൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീ സൗകര്യം ഉണ്ടാ കണ്ടാൽ മതിയിടാ, നീ സൗകര്യം ഉണ്ടായി കേട്ടാൽ നമുക്ക് വേണം പറയാം. എന്നിട്ട് കൂടി നമ്മുടെ വിശ്വാസ്യത നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആളുടെ വിശ്വാസ്യതയാണ്
ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും ആ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കും. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെശക്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ജനങ്ങൾ വോട്ട് കിട്ടേണ്ട ആളാണ്. അത് കേരളത്തിലെ പാലക്കാട് ജനങ്ങൾ മാത്രമല്ല, അയാൾ നാളെ ആറന്മുളയിലായിരിക്കാം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ നാളെ മുഖ്യമന്ത്രിയാവാം. അപ്പം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം ഉണ്ടാക്കേണ്ട വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് ഇത്തരം വ്യാമോഹങ്ങൾ ഉണ്ടായാൽ, മനുഷ്യനെന്ന നിലയിൽ വ്യാമോഹങ്ങളുണ്ടെന്ന് തെറ്റല്ല, പക്ഷെ അതിൽ നിയന്ത്രണം പാലിക്കുകയും അത് അതിൻ്റെതായ ഇടങ്ങളിൽ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക എന്നാണ് ഉത്തരവാദിത്വം. ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം. എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് മെസ്സഞ്ചറിൽ ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് മെസ്സഞ്ചർ ഉപയോഗിക്കാറില്ല. എൻ്റെ ഈ തിരക്ക് കാരണം വാട്സാപ്പ് നോക്കാൻ കഴിയാൻ പറ്റും, പിന്നെ എങ്ങനെ മെസ്സഞ്ചർ നോക്കുന്നത്. ഒരു പെൺകുട്ടി എന്നെ ചേട്ടാ ഹായ് ചേട്ടാ എന്ന് പറഞ്ഞ് മെസ്സേജ്. ഞാൻ പറഞ്ഞു എന്നാ ആരാണ്? ചേട്ടാ ഞാൻ ഇന്ന ആളാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ചേട്ടാ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് പറയൂ. ഉടനെ എന്നെ വീഡിയോ കോൾ വിളിച്ചു. ഞാൻ എടുത്തില്ല, ഞാൻ കട്ട് ചെയ്തു. ഞാൻ ആരാണെന്ന് എന്ത് പറയൂ? അപ്പോൾ എനിക്കിട്ടത് അവർ ക്ലീവേജിൻ്റെ ഒരു ക്ലീവേജ് മുഖമാണ്, ഇതാണ് ഞാനെന്ന് പറഞ്ഞിട്ടു. ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. ആരാന്ന് പോലും അറിയേണ്ട ആവശ്യം എനിക്കില്ല. നമ്മൾ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ ഇനി അതല്ല സൗഹൃദത്തിനാണെങ്കിൽ പോലും ഇത് നാളെ കാലത്ത് വിനയായി മാറാമല്ലോ. വേണ്ട, എത്രയോ മെസ്സേജുകൾ, എത്രയോ പരിശ്രമങ്ങൾ. അപ്പം അതെന്താണ്? എനിക്ക് എൻ്റെ പ്രേക്ഷകരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇയാൾക്ക് അതുണ്ടാവേണ്ടതായിരുന്നു. അവിടെ അയാൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാനിപ്പം ഇയാളെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, സത്യമാണെന്ന് വിശ്വാസം. പക്ഷേ എങ്കിൽ പോലും ഈ പെൺകുട്ടി, പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും ശ്രമിക്കണം, നമ്മുടെ ഇയാളൊരു രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, പിണറായി വിജയൻ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്, സൈബർ സഖാക്കളുടെ ശത്രുവാണ്. അപ്പോൾ അയാൾ രാഷ്ട്രീയ എതിരാളികളായ ആളുകളോട് വർത്തമാനം പറയുമ്പോഴും അടുത്തു പോകുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ഇയാൾ ആ ഹണി ഭാസ്കരനോട് പോലും ചാറ്റ് ചെയ്തിരുന്നു. മോശമായില്ല എന്നുള്ള, ഹണി ഭാസ്കറിനോട് അയാൾ ചാറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഹണി ഭാസ്കറിനെ അയാൾ ഒരു കാരണവശാലും, കാരണം ഹണി ഭാസ്കരൻ സൈബർ ബുള്ളിങ്ങിൻ്റെ ആളാണെന്നറിയാം, മറ്റേ ഓപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ വീഴ്ചയുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ എനിക്ക് ഇന്നലത്തേക്കാൾ ഒരു മതിപ്പ് കുറവുണ്ടാവാൻ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ മതിപ്പ് കുറവുണ്ടാകാൻ കാരണം ഈ ജാമ്യ ഹർജിയാണ്. ജാമ്യ ഹർജി ഞാൻ മൊത്തം നോക്കി. എനിക്കറിയത്തില്ല, ശാസ്താംകർ അജിത് സാർ ബഹുമാന്യനായ വക്കീലാണ്, സീനിയർ വക്കീലല്ലേ അദ്ദേഹം. നല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ്, തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നു, തനിക്ക് അവരുമായി സൗഹൃദം ഉണ്ടായിരുന്നു, താൻ അവരുമായി ശാരീരിക ബന്ധത്തിലെ സൗഹൃദത്തിന് പുറത്ത് ഇടപെട്ടുണ്ടെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയാൾക്കറിയാം ഇവർ വിവാഹിതയായിരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇവർ തമ്മിൽ വിവാഹത്തിൽ തർക്കമുണ്ടാവും, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് ഇടപെട്ടു. ആശ്വസിപ്പിക്കാൻ ചെന്ന ഒരു ജനപ്രതിനിധി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റസമ്മതം നടത്തുകയാണ്. എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തിലാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം, ഈ മതിപ്പ് അല്പം കുറഞ്ഞത് അവിടെയാണ്. അത് ചൂഷണമാണ്. ഞാൻ പറഞ്ഞത്, പള്ളിയിൽ ഒരു പെൺകുട്ടി വന്ന് കുമ്പസാരിക്കാൻ വരുമ്പോൾ അച്ഛൻ ചൂഷണം ചെയ്യുന്ന അച്ഛന്മാരുണ്ട്, വളരെ കുറച്ചുണ്ട്. കുറെ പേര് കുറച്ചാൾ പുറത്താക്കാൻ ചെയ്തിരുന്ന സമയത്ത്. അത് ഇത് ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന സംഭവം കൊണ്ടോ, ഞാൻ ആ കേസിൽ അന്വേഷിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നി. ആ ഉമേഷ് എന്ന് പറഞ്ഞ ഡിവൈഎസ്പിയുടെ കഥ, വടകര ഡിവൈഎസ്പി എന്താ ചെയ്തത്? 14 കൊല്ലം മുമ്പത്തെ സംഭവമാണ്, 2014 സംഭവമാണ്, 11 കൊല്ലം മുമ്പ് സംഭവമാണ്. ഈ ബിനു SI ആയിരിക്കുന്നു, വടക്കാഞ്ചേരിയിൽ SI ആയിരിക്കുന്നു, ഇയാൾ വടക്കാഞ്ചേരിയിൽ CI ആയിരിക്കുന്നു. ഈ സ്ത്രീയെയും 4 പുരുഷന്മാരെയും അന്ന് ഈ അവിഹിതമുണ്ട്, അനാശാസ്യം പിടിച്ചോണ്ട് വരുന്നു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വൈകുന്നേരം ഈ സ്ത്രീയെ ഉമേഷ് എടാ ബിനു വണ്ടി എടുക്കടാ, നമുക്ക് അവളെ ഒന്ന് പോയി കാണാൻ തോന്നി. കാരണം അനാശാസ്യത്തിന് വന്നതാണല്ലോ. കേസ് വിട്ടു. എന്നിട്ട് അവിടെ അത് ചൂഷണമാണ്. എന്നിട്ട് അവിടെ പോയി ആ സ്ത്രീയെ ദുരുപയോഗിച്ചു. അവിടെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചൂഷണമാണ്. ഒരാളുടെ ഇമോഷണലായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് ചെന്നിട്ട് അവരെ ചൂഷണം ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവി ഇരിക്കുന്ന ഉത്തരവാദിത്ത പദവി നമ്മളെ വിശ്വസിച്ചാണ് നമ്മളെ സമീപിക്കുന്നത്. അതെ. അപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവിടെ ഒരു വീഴ്ച. പിന്നെ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ശാരീരികമായ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ ബന്ധമെന്ന് കരുതുക. എടാ എനിക്ക് വേണം, എടി എനിക്കും വേണം എന്നുള്ള ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ അത് തികച്ചും ശാരീരിക ബന്ധമാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. അവിടെ ഒരു സോളില്ല, ആത്മാവില്ല. അത് രണ്ടുപേരുടെയും ഒരു എന്താ പറയുന്ന ഒരു ബയോളജിക്കൽ നീഡിന് വേണ്ടി രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയൊരു ബന്ധം.
ആ ബന്ധത്തിനിടയിൽ പിന്നെ നിനക്ക് ഞാൻ കൊച്ചിനെ തരാം എന്നുള്ള മോഹന വാഗ്ദാനം കൊടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വീഴ്ച ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഒരു കാര്യം ഞാനീ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമുക്ക് പന്നീർ രവീന്ദ്രൻ തന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത് കാണുമ്പോഴേ, ഒരു സ്വർണ്ണ കളറുള്ള വാച്ച് കിട്ടിയപ്പോഴേ വെളിയം വാച്ച് വരാൻ പറഞ്ഞത് സർക്കാരിൻ്റെ കാറിൽ വന്നപ്പോൾ ഇത് നമുക്ക് യാത്രയുള്ള കാറല്ല എന്ന് പറഞ്ഞു. അല്ല, അതാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. അവിടെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പയ്യനൊന്ന് ആലോചിച്ച് നോക്കിയേ, മിടുക്കൻ സുന്ദരനായൊരു പയ്യൻ. ആ ചെറുപ്പത്തിൽ 3 വയസ്സ് അവനുള്ളപ്പം അച്ഛൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ എന്തെല്ലാം അപവാദ കഥകൾ കേട്ടായിരിക്കും അവനെ വളർത്തിയെടുത്തത്. നമ്മുടെ നാടല്ലേ, ചെറുപ്പക്കാരി ഒരു വിധവയാവുന്ന സാഹചര്യം. അങ്ങനെ ഇവനെ വളർത്തിയെടുത്ത് അവൻ മിടുക്കനായി. അവൻ സ്വന്തം ബിസിനസ് ചെയ്തു, അതിൻ്റെ അത് ജീവിക്കൽ വരുമാനമായി, നല്ല വീട് വെച്ചു, അമ്മയ്ക്ക് വലിയ അഭിമാനം ഉണ്ടായി. അവൻ പെട്ടെന്ന് രാഷ്ട്രീയക്കാരനാവുന്നു, ചാനൽ ചർച്ചകളിൽ തിളങ്ങുന്നു. ചാനൽ ചർച്ചകളിൽ അവർ തിളക്കമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോമാഞ്ചം കൊണ്ടുപോകും. ഹലോ നമ്മൾ അത്ര രോമാഞ്ചിഫിക്കേഷനാണ്. എതിരാളികളെ തകർത്ത് തരിപ്പണം. അവന് ഫാക്ട്സ് ഉണ്ട്, അവൻ്റെ ഫിഗേഴ്സ് ഉണ്ട്. അവൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നു, അവൻ MLA ആകുന്നു. അവൻ്റെ അവനൊരു സൂപ്പർ ഹീറോയാവുകയാണ്. അവൻ്റെ അത്രയും ഒരു ജനപ്രീതി വളരെ അപൂർവം യുവ നേതാക്കൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പണ്ട് ഉമ്മൻചാണ്ടിക്കും ആന്റണിക്കും ഒക്കെ അവരുടെ ആ തലമുറയ്ക്ക് ശേഷം ഈ ഷാഫിക്കും ഇവനും ഉണ്ടായിരിക്കുന്ന ഒരു ജനപ്രീതി മറ്റൊരു നേതാവിനുണ്ട്. ഇപ്പം ഞാൻ പറയാം, നല്ല ഒന്നാം തരം പയ്യനാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവൻ്റെ പേരെന്നാ അബിൻ വർക്കി. നല്ല പയ്യനാണ്, സംസാരിക്കും, എല്ലാത്തിനും. പക്ഷെ അവൻ ഒരിക്കലും സൂപ്പർ ഹീറോ ആയിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ മിടുക്കന്മാരാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അവന് ആളുകൾ സൂപ്പർ, ആ പടയിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചില സാധനം സ്വന്തം നേടിയിട്ടുള്ളൂ. പക്ഷെ ഈ ഷാഫി ഇവനും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഇതിലേക്ക് വന്നപ്പം അവൻ എന്ത് ത്യാഗം സഹിച്ചും സ്വന്തം നിയന്ത്രിക്കണം. കാര്യം ഇത്രയും വലിയൊരു പദവി പെട്ടെന്ന് കിട്ടിക്കഴിയുമ്പോഴേ പിന്നെ നമ്മൾ സൂക്ഷിച്ചു വരണം. 4 വഴിക്ക് നമ്മൾ വരും. ഇപ്പം ഞാൻ പറഞ്ഞ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഈ ആളുകളുടെ ഒരു തള്ളിക്കയറ്റ അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷെ ഞാൻ പെട്ടെന്നത് ആ അസ്വസ്ഥ വെളിയിൽ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ ഇഷ്ടപ്പെടുന്നത് ആണ് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്, എൻ്റെ വാക്ക് ജനം കേൾക്കുന്നത്, ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി എനിക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്ന ഈ സാധാരണ മനുഷ്യരുടെ വികാരം കൊണ്ടാണ്. അപ്പോൾ ആ വികാരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ അവരോട് ഒരു ഗ്യാപ്പ് ഇട്ട് മറന്നേക്കാൻ പാടില്ല. പല സിനിമാക്കാർക്ക് സംഭവിക്കുന്നത് അതാണ്. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് വന്ന് ഏത് മനുഷ്യൻ്റെ അടുത്ത് പണം എടുക്കാൻ വന്നാലും ചേർന്ന് ഞാൻ അവരോട് വളരെ സിമ്പിളാണ്. അപ്പം ഇവൻ ഈ കാര്യത്തിലുള്ളൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് കാണിക്കാം, അതായത് പാർട്ടി ഉള്ളപ്പോൾ തന്നിരുന്ന അതിനകത്ത് വഞ്ചനയുണ്ട്. പക്ഷേ ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നാണ്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ചാറ്റ് എവൻ്റെ ആണോ ശാരീരിക ബന്ധമുണ്ടോ എല്ലാം തർക്കിച്ച് പരിഹരിക്കുക. അത് പിന്നത്തെ കാലം, അപ്പോഴത്തേക്കും ടൈം കിട്ടും. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫാക്ട്. അപ്പോഴും പ്രശ്നം വെച്ചാൽ അവിടെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഗർഭം ഇവൻ്റെ അല്ല എന്ന് കരുതുക, അപ്പം പാടായിരിക്കും സ്ഥാപിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അബോർട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം അതുപോലെ തന്നെ വഞ്ചന, ഒരിക്കലും റേപ്പ് തെളിയിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പാലക്കാടേക്ക് എന്തിനാണ് പോയത്? ഗർഭിണിയായിരിക്കുമ്പോൾ പാലക്കാടേക്ക് പോയത് എന്തിനാണ്? അതുകൊണ്ട് അതും തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും. കാരണം ഒരു ഡോക്ടറെ പോയി, സർക്കാർ ആവശ്യമുള്ള ഡോക്ടറെ പോയി കണ്ടുവന്ന് ശേഷം പ്രശ്നങ്ങളായപ്പം പറയുന്നുണ്ട്. അല്ല, അതെടുത്തില്ല. മാത്രമല്ല ഈ മരുന്ന് കാണിക്കുന്നത്. അപ്പം ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പം നിയമവിരുദ്ധമാണ്. അതായത് ഈ രാജ്യത്ത് ഒരു ഗർഭഛിദ്രത്തിന് നിയന്ത്രണങ്ങളുണ്ട്. ഇത്ര മാസം വരെ ഗർഭഛിദ്രം നടത്താം, ഇത്ര മാസം കഴിഞ്ഞാൽ കോടതിയുടെ പെർമിഷൻ വേണം. ഏത് ഗർഭഛിദ്രം നടന്നാലും അത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സൂപ്പർവിഷനിലേ പാടുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ല. അപ്പം ഈ പറയുന്ന ഗർഭഛിദ്രം നിയമവിരുദ്ധമാകുമ്പോൾ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നത് ഗൗരവമായ കുറ്റം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, കാരണം അതിനൊക്കെ അവൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യം ഒരു പക്ഷെ നിഷേധിക്കപ്പെടാം. കാരണം ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ കോടതി പരിഗണിക്കുന്ന തെളിവുകൾ മൊത്തം നോക്കുന്നില്ല, സമയം കിട്ടില്ലല്ലോ, സമയമില്ല. അപ്പോൾ ഇത്രയും ഹൈ പ്രൊഫൈലായിട്ടൊരു കേസ്, അതിൻ്റെ അകത്ത് റേപ്പുണ്ട്. അതും റേപ്പ് 3 തരം റേപ്പുണ്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. 3 തരം റേപ്പ്, 3 ജീവപര്യന്തം കിട്ടുന്നു. 1 സമ്മതമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന റേപ്പ്, 2 തുടർച്ചയായി റേപ്പ് ചെയ്തു എന്നൊരു വകുപ്പ്, ഒന്നല്ല ഒന്നിലധികം, 3
ഗർഭിണിയായിരിക്കുമ്പോൾ റേപ്പ് ചെയ്തു, നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നുള്ള അത് വേറെ പോകും. അപ്പോൾ ഇത് മറ്റേത് അതിന് 3 കൊല്ലം 3.5 കൊല്ലം കണ്ടുള്ളൂ. ഈ ജീവപര്യന്തം കിട്ടുന്ന 3 വകുപ്പ്. അപ്പോൾ ഇതാണ് കോടതിയുടെ മുമ്പിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഭാഗികമായ അഡ്മിഷനുണ്ട്. റേപ്പാണ്, സമ്മതമുണ്ടോ ഇല്ലയോ എന്നൊരു തർക്ക വിഷയമാണ്. ഈ സമ്മതമുണ്ടെന്ന് അവൾ പറഞ്ഞത്, ഇവൻ പറയുന്നു സമ്മതമില്ലെന്ന് അവൾ പറയുന്നതും ഇത് പ്രൂഫ് നോക്കി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ശാരീരിക ബന്ധത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് റേപ്പാണ് എന്ന് അവൾ പറഞ്ഞാൽ തൽക്കാലം കോടതിക്ക് അത് റേപ്പാണെന്ന് കാണേണ്ടി വരാം. പ്രത്യേകിച്ച് ഈ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ ജാമ്യം നിഷേധിക്കപ്പെടാം. അതിനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഒന്ന്, അത് ബുധനാഴ്ചയാണെന്ന് ഓർക്കണം. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ കാണുന്നത്. വാസ്തവത്തിൽ ഇയാൾ ഒളിവിലാണ്, ഇയാളെ കാണാതെ പോയി, മറ്റേതാ മറിച്ചും ബഹളം വെക്കുന്നവർക്കൊക്കെ അറിയാം ഇയാൾ ഒളിവിലൊന്നും അല്ല എന്നുള്ള കാര്യം. ഇതിന് ഇംപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം, ഇനി ഇലക്ഷൻ സത്യം പറഞ്ഞാൽ ഒരു 10 ദിവസം ഉണ്ടോ എന്ന് സംശയമാണ്. നാളെ തീയതി 30 9-ാം തീയതി ഇലക്ഷനാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴ്ത്തട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനം കിട്ടുന്ന ഒരു സ്ഥാനമാണ് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറൊക്കെ ആവുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ അല്ല ഇപ്പോൾ സമയം. ഇത് വിശദീകരിച്ചുകൊണ്ട് എന്നാണ് എല്ലാവരും നടക്കുന്നത്. ഇത് വലിയ തോതിൽ ഇലക്ഷനെ ബാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, പൂർണ്ണമായല്ലെങ്കിൽ പോലും. ഞാനിതിനെ കാണുന്നത് 2 തരത്തിലാണ്. ഒന്ന്, CPIM പണ്ട് വിചാരിച്ചതുപോലെ ഒരു പെണ്ണ് കേസം കൊണ്ടിട്ട് അലക്കിയാൽ അപ്പം തന്നെ ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യുന്ന അവസ്ഥ മാറി. അത് മാറിയിട്ടുണ്ട്. അതായത് ഇവർ പണ്ട് പ്രതീക്ഷിച്ച മറ്റേ ഈ സോളാർ ആണെങ്കിൽ സോളാർ വല്ല വിഷയം അങ്ങനെ ജനം വിഡ്ഢിയൊന്നും അല്ല. മാത്രമല്ല ഒരു പെണ്ണ് കേസിനൊന്നും അവർ ഗൗരവമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ ഗണേഷ് കുമാർ ഇപ്പോഴും ജില്ല നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ആ തരത്തിൽ ബാധിക്കില്ല. പക്ഷേ ഒരു വലിയ അപകടമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാദം ഉണ്ടാകുന്നത് വരെ വളരെ, അതായത് അപ്രതീക്ഷിതമായ ഒരു മുൻതൂക്കം UDF നേടിയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിക്കുള്ള അവർ നേരത്തെ തന്നെ പല സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുന്നു, ചെറുപ്പക്കാരെ ഒരുപാട് നല്ല ഏകോപനത്തോടെ പോവുകയാണ്. ഓരോ ജില്ലയും പ്രധാനപ്പെട്ട ആളെ തന്നെ ഏൽപ്പിച്ചു. അതെ, അങ്ങനെ വലിയൊരു മുൻകൈ ഈ UDF ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. അവ വിഷയങ്ങൾ ചർച്ചയായി വരുന്നു. അതിൽ തന്നെ ഏറ്റവും വലിയ വിഷയമായി മാറുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആളുകൾ, ഇന്നൊരു പോസ്റ്റർ ഞാൻ കണ്ടു, ഈ വീട്ടിൽ വോട്ട് ചോദിക്കാൻ എത്തുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ 3 തവണ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ കണ്ട പോസ്റ്ററാണ്. അതുപോലെ പല വീടുകളിലും ഇലക്ഷൻ കാലമായപ്പോഴത്തേക്ക് അയ്യപ്പൻ്റെ പടം എടുത്ത് മുറ്റത്ത് വെച്ചു, മറ്റേ ഈ വരാന്ത വെച്ചു. ഇവനത് കണ്ടിട്ട് അയ്യപ്പനെ കണ്ടിട്ട് തൊഴട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ അയ്യപ്പ ഭക്തന്മാർ, അയ്യപ്പൻ എന്ന് പറയുന്നത് കേവലം ഒരു ഹിന്ദു ദൈവം മാത്രമല്ല. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരം, ഒരു പൊതുദൈവമാണ്. ഇപ്പോൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു, അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഈ വൃത്തികെട്ടവന്മാരെന്നൊരു തോന്നൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നാട്ടുകാർക്ക്, ഈ CPMകാർക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവർക്ക് ഇതിന് ഉത്തരം പറയണമായിരുന്നു. ആ ഒരു ചർച്ചയിൽ നിന്ന് പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷിഫ്റ്റിംഗ് വന്നു. അപ്പോൾ ഇലക്ഷൻ ഈ ചർച്ച അതല്ല. ഇന്നൊക്കെ നോക്കിക്കോളൂ, ഈ ഒരു വാർത്തയും ശബരിമല ഇന്നലെ പിന്നെ ഉണ്ട്, ഇന്ന് ഒരു വാർത്തയും ഇല്ല. ഞാനിന്ന് അരിച്ചു പറക്കി നോക്കി ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ പത്രത്തിൽ ഇന്നലെ തിരക്കാണെന്ന് നോക്കാൻ പറ്റില്ല. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്ന വാർത്തയല്ലാതെ ഇന്നൊരു പുതിയ വാർത്തയില്ല. ചാനലുകളൊന്നും തന്നെ ഈ വിഷയം തൊട്ടിട്ടില്ല. ഒറ്റയടിക്ക് ഇന്നലെ വരെ സജീവമായി നിന്നിരുന്ന വാർത്ത അവർ ഉപേക്ഷിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാറി. അപ്പോൾ ഇത് വലിയ തോതിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. കാരണം ഈ ശബരിമല ചർച്ച എത്ര നിന്നാലും അത് അവർക്ക് ദോഷമായിരുന്നു. ആ ചർച്ച ഇനി വരുന്ന 10 ദിവസം കൊണ്ട് ഇല്ലാതായാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം ഇപ്പോഴെങ്കിലും തീരത്തില്ല. കാരണം ഇനിയിപ്പോൾ ബുധനാഴ്ച ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതി പോകണം. പിന്നെ അപ്പം ഹൈക്കോടതി എടുത്ത് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിയും. ഈ കാര്യങ്ങൾ ഇയാൾ ഒളിവിലായിരിക്കും. അപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പിടിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ആൾ മുങ്ങി ഹെലികോപ്റ്ററിൽ കയറി, അവിടെ കയറി, ഇവിടെ കയറി എന്ന് പറഞ്ഞ് നമ്മുടെ ട്രിക് കട്ടർമാരിരുന്ന് സംസാരിക്കും. അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ ഇനി ഈ ജാമ്യം തള്ളി പിടികൂടി എന്ന് വെച്ചോളൂ. പിടികൂടിയാൽ ഇയാൾ റിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൈവേലം കിടുന്നത്, ജയിലിൽ പോകുന്നത്, ജാമ്യാപേക്ഷ കൊടുക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ഈ വിഷയമായിരിക്കും. ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ CPM നന്നായിട്ട് അറിയാം. കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞുകൂടാ, അവർക്കറിഞ്ഞുകൂടാ. അവർ വഴി മുഴുവൻ ജാഥ നടത്തുന്നു, യോഗം നടത്തുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതിൽ ചെറിയ ക്ഷീണം BJPക്കും പറ്റും. കാരണം ഈ ശബരിമല വിഷയം എത്രമാത്രം കത്തിയാലും പലരും പറയുന്നത് 2018 BJPക്കാർ വെള്ളം കോരി
അതായത് ഗുണാനുഫലം മറ്റവർക്ക് കിട്ടി. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പലരും കരുതുന്ന മാതിരി ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ശബരിമല വിഷയം കൊണ്ട് മാത്രമല്ല. അങ്ങനെ ശബരിമല വിഷയം കൊണ്ടാണെങ്കിൽ 2021 LDF അധികാരത്തിൽ വരത്തില്ല. യഥാർത്ഥത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും കൃത്യമായൊരു സൂചനയാണ്. മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു UDF അനുകൂലമായി. കാരണം മോദിക്കെതിരെ കോൺഗ്രസിന് പരമാവധി സീറ്റ് കൊടുക്കണം എന്ന് അതാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്തത്. ഇനി ശബരിമല ഉണ്ടായെന്ന് കരുതുക, അത് അതിൻ്റെ ഒരു ഉപഘടകമായി വന്നതേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ വിഷയം. അപ്പം അത്തരത്തിൽ ഒരു ഏകീകരണം UDF ഉണ്ടാകും എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രാജ്മോഹൻ, ഈ BJPക്കും ഒരു നല്ല ഉണർവ് ഇക്കുറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് ബഹളം വെക്കാതെ കൃത്യമായി ഇടപെടൽ നടത്തി. പ്രൊഫഷണലാണ് അത്. അപ്പോൾ ഈ അയ്യപ്പ വിഷയം കുറച്ചൊക്കെ BJPക്ക് അനുകൂലമായിരുന്നു. അത് അയ്യപ്പ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടെ കോൺഗ്രസ് വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല. അതുപോലെ എന്ന് പറയാം. അതുപോലെ ആ സമയം BJP ഫലപ്രദമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പ വിഷയത്തിൽ വികാരം കൊണ്ട ഭക്തർ BJPക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് പോകേണ്ട സാഹചര്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഇത് ചർച്ച ചെയ്ത് മാറി നിൽക്കുമ്പോൾ ഈ വിഷയം ചർച്ചയാവണമല്ലോ. ഈ വിഷയം ചർച്ച ചെയ്ത് മാറി നിൽക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറും. കാരണം ഇത് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടു, KM ഷാജിയെക്കുറിച്ചുള്ളൊരു വീഡിയോ. നമ്മുടെ ഷാജിയുടെ 3-4 പ്രസംഗങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു CPM ഇറക്കുന്ന വീഡിയോ ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് BJPക്ക് ഇറക്കുന്ന വീഡിയോ അല്ല. അതിൻ്റെ അകത്ത് മതമാണ് പ്രശ്നം എന്ന് പറയുന്നൊരു പ്രസംഗം. അതിന് കൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആവേശത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹം ഞങ്ങൾ അധികാരത്തിലെത്തും, ഒരു തർക്കവും വേണ്ട, ഈ 9.5 വർഷം എന്തൊക്കെ നഷ്ടപ്പെട്ടോ കിട്ടാ ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 9.5 കൊല്ലം ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെന്നും അതെല്ലാം തിരിച്ചു പിടിക്കുമെന്നും പറയുന്നു. എന്നിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്ത സേവനങ്ങളെക്കുറിച്ചാണ് മാർക്സിസ്റ്റുകാരനായ ഈ യൂട്യൂബർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സ് നോക്കുകയാണ്. നമ്മൾ വളരെ ചിന്തിക്കും, ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള വീഡിയോ. ഈ വീഡിയോ AI അല്ല, വൈകാരികമായി തന്നെ പറഞ്ഞു. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ഞങ്ങൾ വരാൻ പോകുന്ന ഭരണത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയും മറ്റ് സമുദായക്കാർക്കുണ്ടാകുന്ന ഒരു വികാരം. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരൻ പറയാണ്, ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര സാധനം. അപ്പോൾ അവർ നോക്കും, ഇത് ഇത്രയും കൊടുത്തിട്ടും അവരില്ല എന്ന് പറയുകയും അപ്പം പിന്നെ എന്തായാലും അവർ വേണ്ട, അവരെക്കാൾ ഭേദം ഇവന്മാരാണെന്ന് ചിന്തിക്കാൻ മനുഷ്യന്. അപ്പോൾ ഇത് UDFൻ്റെ വലിയൊരു അപകടം, ഇത്തരം പ്രസംഗങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത്തരം വീഡിയോകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീലുണ്ട്. ഈ സൈബർ ലോകം കൃത്യമായിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാൻ CPM നന്നായിട്ട് അറിയാം. മറ്റവർക്ക് അറിയില്ല. CPM അറിയൂ, മോദിക്കറിയാം. ദേശീയ തലത്തിൽ അവർ കേരളത്തിലെ BJPക്ക് അറിയില്ല. ദേശീയ തലത്തിൽ അവർക്ക്. അപ്പം ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കണമെങ്കിൽ ഈ വികാരം നിലനിൽക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ആ ഓരോ സമയത്തും ഈ വിഷയം മാറിപ്പോകും. ഈ വിഷയം കംപ്ലീറ്റ്ലി രാഹുലിലേക്ക് വന്നിരിക്കും. ഒരു പുതിയ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഈ അതിവൈകാരികമായി ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നഷ്ടം UDFനും കോൺഗ്രസിനുണ്ട്. അതേസമയം CPM ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ പിടിച്ചു നിർത്താനും വലിയ ഡാമേജ് ഇല്ലാതെ രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിൽ ഒരു പരിധിവരെ ഒരു വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക തലത്തിലുള്ള സാധാരണക്കാരെ പ്രവർത്തകർക്ക് വല്ല പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ ആക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇല്ലാതാകുമ്പോണ്ടല്ലോ താഴ്ത്തട്ടിൽ കോൺഗ്രസിൽ വലിയ തോതിൽ അതൃപ്തി വളരുമെന്നുള്ളതാണ്. കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും കോൺഗ്രസ് പ്രവർത്തകരോടും വലിയ വഞ്ചന ചെയ്തു. കാരണം ഇയാൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇയാൾ ഇതിന് വെല്ലുവിളിക്കാനും ബഹളമിക്കാനും പോകരുതായിരുന്നു. ഇയാൾ പാലക്കാട് പോയി ഷോ കാണിക്കേണ്ട കാര്യമില്ല. അവിടെ പോയി അയാൾ മണ്ഡലം പിടിച്ചോട്ടെ, പക്ഷേ നടിയെ വിളിച്ചുകൊണ്ട് വരുന്നു, റീൽസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നാട്ടിൽ അയാൾക്ക് പിടിക്കാമായിരുന്നു. അപ്പം ഈ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചു എന്ന് പറയേണ്ടി വരും. തെറ്റായിപ്പോയി രാഹുലിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. ഈ കോൺഗ്രസിന് ഒരു നല്ലൊരു മൊമെൻറ്റം ബിൽഡ്. ഇപ്പം എന്നെ ഒരു മുതിർന്ന നേതാവ് ഇന്ന് വിളിച്ചായിരുന്നു, വളരെ നിരാശയോടെ. കോൺഗ്രസ് ഒരു MLA വളരെ നിരാശയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യാനും വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എന്നെ ചെയ്യേണ്ടത്. എടുത്തിട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് അവർ തമ്മിലുള്ള രണ്ടുപേരും തമ്മിലുള്ള
വ്യക്തിപരമായ ബന്ധമല്ല, നമ്മളെന്തിനാ പരാതിപ്പെടുന്നത്? അല്ല ഷാജി, ഇനി വേറെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അല്ല മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലെ ആളെപ്പോഴും നമ്മളെ ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കൂടുതൽ പ്രതീക്ഷിക്കും എപ്പോഴും. നമ്മൾ അതിൻ്റെ അത്രയും ലെവലിലേക്ക് വരുന്നില്ലെങ്കിലും കുറച്ച് താഴെങ്കിലും നമ്മൾ നിൽക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാണിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുക. ആ പടൊരു ആശ്വാസമുള്ളത് ഇതെല്ലാം കൂടി കാർമേഘം എല്ലാം കൂടി ഇപ്പോൾ പെയ്തങ്ങ് തീർന്നല്ലോ. ഇതിന് ഈ എപ്പിസോഡ് ആവർത്തിക്കുന്നത് നിയമസഭയിലായിരുന്നെങ്കിലോ? ഇപ്പോൾ ഇയാൾ ഇവിടുന്ന് ഇങ്ങനെയെല്ലാം കുഴപ്പമില്ലാതിട്ട് നിയമസഭയിൽ വന്നിട്ട് ഇയാൾ റീൽസ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റിപ്പോയനെ. കാരണം നമ്മൾ ഈ കാരണബോധത്തിന് വൃത്തിയായിട്ട് പറഞ്ഞ ഒരിക്കൽ കൂടി കാണുക തന്നെ. എന്തായാലും അതിൽ നന്ദിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാഹുലിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയുണ്ട്. സുഹൃത്ത് എന്ന നിലയിൽ പറയേണ്ട രാഹുലെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ആ വീഴ്ച രാഹുൽ ശരിക്കും ഇത്രയും അല്ലെങ്കിൽ പോലും കുറച്ച് ശിക്ഷ അർഹനാണ്. കോൺഗ്രസ് പാർട്ടിയോട് കാണിച്ചൊരു വലിയ വഞ്ചനയുമാണ്. CPM-നെ പോലൊരു പ്രസ്ഥാനത്തിന് രാഹുൽ ചെയ്തു കൊടുത്ത വലിയൊരു സേവനവുമാണ്. അത് കഷ്ടമാണ്. തുറന്ന് സമ്മതിക്കാതിരിക്കുന്ന വൃത്തിയില്ല. നന്ദി, നമസ്കാരം.